മത്സ്യബോർഡ് ലഹരിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 25-ന് സംഘടിപ്പിക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പരിപാടിയുടെ ആലോചനാ യോഗം കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്നു. ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. ലഹരിയുടെ ചങ്ങലയിൽ കുടുങ്ങുന്ന ഓരോ ജീവിതവും സമൂഹത്തിന് നഷ്ടമായൊരു സമ്പത്താണ്. അതിനെതിരെ കൈകോർക്കാനാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലഹരിമുക്ത കേരളം പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ശക്തമായ പ്രഖ്യാപനം. 2025 ഓഗസ്റ്റ് 25-ന് കുഴുപ്പുള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന മയക്കുമരുന്ന് വിരുദ്ധ പരിപാടി തീരദേശത്തിന്റെ ഹൃദയമിടിപ്പ് പോലെ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പും പ്രതീക്ഷയും ഒരുമിച്ച് നൽകുന്നു. പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് MLA KN ഉണ്ണികൃഷ്ണനാണ്. ലഹരിയെ തോൽപ്പിക്കാനാകുന്നത് സമൂഹം ഒന്നിച്ചുണരുമ്പോഴാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പലപ്പോഴും പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രതികളെ ഇതിന്റെ മറ്റൊരു അറ്റം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉറവിടം നമുക്ക് പലപ്പോഴും പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാറില്ലെന്നുള്ളതാണ് ലഹരിക്കെതിരായ വേട്ടയാടലിനുള്ള നമ്മുടെ ദൗർബല്യമായി കണക്കാക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ പോലീസും എക്സൈസും എല്ലാം കൂട്ടായി നടത്തുന്ന പരിശ്രമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം, ഒരിക്കലൊരു സ്ത്രീയെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീയെ പിടികൂടിയപ്പോൾ അതിന്റെ ഉറവിടം നൈജീരിയ ആണെന്ന് നമ്മൾ കണ്ടെത്തി. അധ്യക്ഷൻ KS നിബിൻ ആലോചന യോഗത്തിന് ആത്മവിശ്വാസം നൽകി. അതിനും കുഴപ്പമില്ല തന്നെയാണ് വേദിയായത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനവും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന ക്രൂരമായ പല പ്രവൃത്തികൾക്കും നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വലിയ ആവശ്യമാണ്. നമ്മളുടെ നാടിൻ്റെ അടുത്ത തലമുറ അവർ ഇത്തരത്തിൽ മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നത് വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. KK രമേശിന്റെ ആത്മാർത്ഥമായ സ്വാഗതം പങ്കെടുത്തവരുടെ ഹൃദയം നിറച്ചു. പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനാണ്. ലഹരിമുക്ത തീരത്തിന്റെ സ്വപ്നം കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ എറണാകുളം മേഖല മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ S-ന് കഴിഞ്ഞു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, വൈസ് പ്രസിഡന്റ് അജയൻ കുഴുപ്പള്ളി, സിനി ജയ്സൺ, മൊനമ്പം SI റെജി, ഞാറക്കൽ എക്സൈസ് ഇൻസ്പെക്ടർ ഹരിനാരായണൻ എന്നിവർ പങ്കുചേർന്ന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തമായ സന്ദേശങ്ങൾ നൽകി. സ്കൂൾ തലമുറ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ 5 വർഷം മുമ്പ് തുടങ്ങിയെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ ഈ പറയുന്ന ലഹരി ഉപയോഗിച്ച് തുടങ്ങാനുള്ള പ്രവണതയിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ട്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് പോലീസിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവരും വളരെ ക്രിയാത്മകമായിട്ട് ഈ പറയുന്ന ലഹരിക്കെതിരെ പോരാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് തുടച്ചു നീക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സാഹചര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ കാണുന്നത്. ഈ ചെറുപ്പക്കാരെല്ലാം ഇത് പറഞ്ഞാൽ ഇപ്പൊ ഈ ആക്സിഡന്റ് വാഹനങ്ങൾ അമിതമായ സ്പീഡിൽ പോയി ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുക. ആക്സിഡന്റ് ഉണ്ടായിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് കിട്ടുക. ഓരോരുത്തരെ ആശുപത്രി കിടന്നുകൊണ്ടാണ് അയാളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഷുറൻസ് എനിക്ക് കിട്ടിയില്ല, അത് ഈ പ്രാവശ്യത്തെ കൂടെ ഒന്നിച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ നിയമവ്യവസ്ഥയിലും ഉള്ള അവസ്ഥയില്ല. ഇപ്പം നമ്മളിപ്പോൾ ജയിലിലേക്ക് പോകാൻ ഞാൻ അവരത് ഇഷ്ടപ്പെടുന്നില്ല. ജയിലിലേക്ക് മൃഷ്ടാനമായ പ്രശ്നമോ മറ്റു കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ 150 രൂപയാണ് ഒരു ദിവസം ഒരു പ്രതികൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. അത് ലാവിഷായിട്ടുള്ള ചെലവായിട്ട് തന്നെ അവർ കാണുന്നത്. സ്വാതന്ത്ര്യം നിന്ന് മാത്രമേ ഉള്ളൂ. പറ്റും ഈ സംഗമം ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു വാഗ്ദാനമാണ്. നമ്മുടെ തീരം ലഹരിയിൽ നിന്നും സ്വതന്ത്രമാകട്ടെ, പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷയുടെ തിരമാലകളാകട്ടെ. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കുഴുപ്പുള്ളി.